إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. واعبد ربك حتى يأتيك اليقين. عباد الله، اتقوا الله حق تقاته. സ്നേഹധീരരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. പാപമോചനത്തിൻ്റെയും നരക വിമുക്തിയുടെയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയുമെല്ലാം ചെയ്ത മഹത്തായ അനുഗ്രഹീതമായ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവസരങ്ങൾ ഈ റമദാനിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് തീരാൻ പോവുകയാണ്. റമദാൻ നേടിയിട്ടും അതിനോട് മുഖം തിരിച്ച്, റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടും പാപമോചനത്തിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ ആ റമദാൻ അവരിൽ നിന്നും വിട പറഞ്ഞു പോയവരെ നാശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എടുത്ത പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഏറെ ചിന്തിപ്പിക്കേണ്ട, നമ്മളെ ഇരുത്തി ആലോചിപ്പിക്കേണ്ട സമയമാണ് സഹോദരന്മാരെ റമദാനിൻ്റെ അവസാനത്തെ സമയങ്ങൾ. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു റമദാൻ ലഭിച്ചിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മഹാ ദൗർഭാഗ്യവാന്മാരിൽ റബ്ബേ നീ എന്നെ ഉൾപ്പെടുത്തല്ലേ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പറയാൻ നമ്മുടെ സമയവും, അതിനുവേണ്ടി ഒറ്റയ്ക്കിരുന്ന് റബ്ബിനോട് കരയാൻ തയ്യാറെടുക്കുകയും ചെയ്യേണ്ട സമയമാണ് സഹോദരന്മാരെ അവസാനത്തെ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ. അതേസമയം ഈ റമദാൻ, ഒരു റമദാൻ ലഭിച്ചിട്ട് ഷഹീദിനേക്കാളും മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായി പ്രവർത്തിച്ചിരുന്ന രക്തസാക്ഷിയായ വ്യക്തിയേക്കാൾ മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ച
ഒരു സഹാബിയുടെ ചരിത്രം നമ്മൾ കേട്ട് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ ഏത് കർമ്മങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും റമദാനിൻ്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മമായ നോമ്പ്, അതിൽ അള്ളാഹു ലക്ഷ്യമാക്കിയ വിശ്വാസികളിൽ നിന്ന് എന്തിനാണ് അള്ളാഹു നോമ്പ് ലക്ഷ്യമാക്കിയത്? നമുക്കെല്ലാവർക്കും അറിയുന്ന സുപരിചിതമായ വചനമാണ് ലഅല്ലകും തത്തഖൂൻ. തഖ്വ ജീവിതത്തിൽ കൈവരിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. ഒരു മാസത്തെ റമദാനിലെ ആരാധനകളിലൂടെ, നോമ്പുകളിലൂടെ, നന്മകളിലൂടെ ദേഹേച്ഛകളെക്കാളും റബ്ബിന്റെ ഇഷ്ടത്തെയും റബ്ബിന്റെ തൃപ്തിയെയും മുന്തിക്കാൻ ഒരു മുസ്ലിം പരിശീലിപ്പിക്കപ്പെടുകയാണ്. തനിക്ക് ആവശ്യമുള്ള ഭക്ഷണവും പാനീയവും എല്ലാം വെടിഞ്ഞ് താൻ ആവശ്യക്കാരനായ അള്ളാഹ് ഹലാലാക്കിയ കാര്യങ്ങൾ വെടിയുന്നത് എന്തിനാണ് അള്ളാഹു അങ്ങനെ ഒരു നിയമം നമുക്ക് വെച്ചത്? അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വെടിയാൻ, അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രേരണയും അതിനുള്ള പരിശീലനവുമാണ്. ഹലാലായ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പകൽ സമയം മുഴുവൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് റബ്ബ് നമുക്ക് തന്നെ പഠിപ്പിച്ചു തരികയാണ് റമദാനിലൂടെ. എങ്കിൽ സഹോദരന്മാരെ, ആ റമദാനിലൂടെ റബ്ബ് ഉദ്ദേശിച്ച തഖ്വ എന്ന് പറഞ്ഞ ലക്ഷ്യം അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുക തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്. തഖ്വ എന്ന് പറഞ്ഞ ഗുണം ജീവിതത്തിൽ ഇല്ലാത്തവരിൽ നിന്ന് റബ്ബ് കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന പാഠം, എന്ന വിഷയം നമ്മുടെ മനസ്സിൽ നമ്മൾ ആവർത്തിച്ച് മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ തഖ്വ കൈവരിക്കുക എന്നതാണല്ലോ റമദാനിന്റെ ലക്ഷ്യം. ഒന്നാമത്തെ ഭാഗം എന്താണ് തഖ്വയുടെ? ഏത് ആരാധനാ കർമ്മങ്ങളും ഏത് ഇബാദത്തുകളും നമ്മൾ ചെയ്യുമ്പോൾ പരിപൂർണമായ ഇഖ്ലാസ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നോമ്പിന്റെ റൂഹ് തന്നെ ഇഖ്ലാസാണ്. നോമ്പ് എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ ആത്മാവ് തന്നെ ഇഖ്ലാസാണ്. സഹോദരന്മാരെ, നോമ്പ് എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ പ്രത്യേകത എന്താ? ആരാണ് നോമ്പുകാരനെന്ന് അവനും അള്ളാഹുവിനും മാത്രമേ അറിയുള്ളൂ. ഒറ്റയ്ക്കിരുന്ന് പോയി വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും, പക്ഷെ അത് അടിമ മാത്രമേ അറിയുള്ളൂ. ഒറ്റയ്ക്കിരുന്ന് പോയി ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും, അത് അടിമ മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അതറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് നോമ്പ് എന്ന് പറഞ്ഞ കർമ്മത്തിന്റെ പ്രത്യേകത ഇഖ്ലാസ് തുളുമ്പി നിൽക്കുന്ന ഇബാദത്താണ് നോമ്പ്. റബ്ബും അടിമയും മാത്രം അറിയുന്ന ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ടാണ് ആ നോമ്പിലൂടെ നമ്മൾ തഖ്വ കൈവരിക്കണം. ഇഖ്ലാസ് ഉണ്ടാക്കാനുള്ളതാണ് നോമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യനയുടെ 5-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞില്ലേ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിന് മാത്രം ദീനാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടെ റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത് എന്നാണ്. ആ ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്തിന് അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത് റബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടില്ല. റബ്ബിന് അതിന്റെ ആവശ്യമില്ല. നാളെ പരലോകത്ത് റബ്ബ് ഉറക്കെ വിളിച്ചു പറയും, മൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർകഹ. എനിക്കുള്ള ഒരു ആരാധനാ കർമ്മത്തിൽ എനിക്ക് ചെയ്യുന്നതിന്റെ കൂടെ, എനിക്കുള്ള ഇബാദത്തിൽ എന്റെ കൂടെ മറ്റൊരാളെ പങ്കാക്കിയവൻ, അവനെയും അവന്റെ കർമ്മത്തെയും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് റബ്ബ് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ ഇബാദത്തുകളിൽ റിയാ കലർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇബാദത്തുകളിൽ ദുനിയാവിന്റെ പലതും ലക്ഷ്യമായിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട വിഷയമാണ്. അതിന്റെ ഭയപ്പാട് നമുക്കില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ഭയപ്പെടണം. റിയാന്റെ ഇബാദത്തിലൂടെ കടന്നു വരുന്നുണ്ടോ എന്ന ഭയം നമുക്കില്ലെങ്കിൽ അത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിഫാഖിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ല എന്ന ഒരു ഭയമില്ലെങ്കിൽ നിഫാഖ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു അബി മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ വര്യനാണ്. അദ്ദേഹം പറഞ്ഞ വാചകം നമുക്ക് കാണാൻ സാധിക്കും, ലഖദ് അദ്റക്തു 30 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ 30ഓളം സ്വഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു അലാ നഫ്സിഹി നിഫാഖ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ആ 30 പേരും സ്വന്തങ്ങളുടെ പേരിൽ നിഫാഖ് ഭയപ്പെട്ടിരുന്നു എന്നാണ്. എന്റെ ഇബാദത്തുകളിൽ കാപട്യമുണ്ടോ, എന്റെ വിശ്വാസത്തിൽ കാപട്യമുണ്ടോ, എന്റെ ഇബാദത്തുകളിലും എന്റെ ഇഖ്ലാസിലും പോരായ്മയുണ്ടോ എന്ന് സ്വഹാബത്ത് ഭയപ്പെട്ടിരുന്നു എന്ന് മഹാനായ താബിഈ വര്യൻ ഇബ്നു അബി മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരന്മാരെ, നമ്മുടെ മനസ്സിലൂടെ അത്തരത്തിലുള്ള ചിന്തകൾ കടന്നു പോയിട്ടുണ്ടോ? റബ്ബേ, എന്റെ ഇബാദത്തിൽ റിയാഇന്റെ അംശങ്ങൾ ഉണ്ടോ? എന്റെ ഇബാദത്തുകൾ ചിലതെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ആകുന്നുണ്ടോ? ആളുകളുടെ തൃപ്തിയും ഇഷ്ടവും കിട്ടാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്താണെങ്കിൽ പോലും
കുറച്ചൊക്കെ ജനങ്ങൾ കാണുന്നെന്ന് അറിയുമ്പോൾ ഇഖ്ലാസ് ഒന്ന് കൂടുന്നുണ്ടെങ്കിൽ, ആളുകൾ കാണുന്ന സമയത്ത് കണ്ണുനീര് അധികം പോരുന്നുണ്ടെങ്കിൽ, ആളുകൾ കാണുന്ന സമയത്ത് രാത്രി നമസ്കാരത്തിന് ദൈർഘ്യം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് വീട്ടിലാകുമ്പോൾ ആ ദൈർഘ്യവും ആ ഇഖ്ലാസും ആ ഖുശൂഉം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ഭയപ്പെടണം. നമ്മൾ ഈ റിയാഇനെ ഭയപ്പെടണം, നമ്മൾ നിഫാഖിനെ ഭയപ്പെടണം. അത് ഭയപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, അവരാണ് നിഫാഖിന്റെ ആളുകൾ എന്ന് മുൻഗാമികൾ നമുക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് ഏറ്റവും അധികം ഭയപ്പെട്ട വിഷയം എന്തായിരുന്നു? ദജ്ജാലിനേക്കാളും ഭയപ്പെട്ടിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഭയം എനിക്കുള്ളത് ചെറിയ ശിർക്കാണ് എന്നാണ്. എന്താണ് ചെറിയ ശിർക്ക്? സഹാബത്ത് ചോദിച്ചു, എന്താണ് റസൂലുള്ളാഹി ചെറിയ ശിർക്ക്? അർരിയാഉ, ജനങ്ങൾ കാണുവാൻ വേണ്ടി ചെയ്യലാണ്, പ്രകടനപരതയാണ്, ആളുകൾ അറിയാൻ, ആളുകൾ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാനിലെ ഇബാദത്തുകളിലൂടെ, നന്മകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട, ആവർത്തിച്ച് മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ് റിയാഇൽ നിന്നുള്ള ഭയവും അതിൽ നിന്നുള്ള അങ്ങേയറ്റത്തെ ജാഗ്രതയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത് റമദാനിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കേണ്ട പാഠമാണ്. അതുപോലെ തന്നെ റമദാൻ നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഏറെ നമ്മുടെ മനസ്സിൽ നമ്മൾ കോർത്തിടേണ്ട ഒരു പാഠം എന്നുള്ളത്, റമദാൻ എന്തിനാണ് റബ്ബ് നമുക്ക് റമദാൻ നൽകിയത്? റമദാനിന്റെ തുടക്കത്തിൽ തന്നെ ആകാശത്തു നിന്ന് ഒരു വിളിയാളം വന്നു കഴിഞ്ഞു. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. അല്ലയോ നന്മയാഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരിക, അല്ലയോ തിന്മയാഗ്രഹിക്കുന്നവനെ നീ പിന്നോട്ട് പോവുക. എന്തിനാണ് ആ വിളിയാളം ആകാശലോകത്തിൽ നിന്ന് വന്നത്? ആ റമദാനിലൂടെ വിശ്വാസികൾക്ക് നന്മകളുടെ സാഹചര്യങ്ങൾ മുഴുവൻ അല്ലാഹു ഇണക്കി കൊടുക്കുകയാണ്. നന്മയാഗ്രഹിക്കുന്നവർക്കെല്ലാം നന്മകൾ ചെയ്യുവാൻ, അതുമായി മുന്നോട്ട് വരുവാനുള്ള സാഹചര്യങ്ങൾ റബ്ബ് ഉണ്ടാക്കി കൊടുക്കുന്നു. മുസ്ലിം സമൂഹം ഒന്നടങ്കം രാത്രി നമസ്കരിക്കുന്നു. മുസ്ലിം സമൂഹം ഒന്നടങ്കം ജമാഅത്തായി പള്ളിയിൽ രാത്രി നമസ്കരിക്കുന്നു. എല്ലാവരും പള്ളികളിൽ നോമ്പുതുറകൾ സംഘടിപ്പിക്കുന്നു. അല്ലെ, റമദാനോട് ആയിക്കഴിഞ്ഞാൽ നന്മകളുടെ അവസരങ്ങൾ ഇങ്ങനെ മലക്കെ തുറക്കടി. എവിടെ നോക്കിയാലും നന്മ ആഗ്രഹിക്കുന്നതിന് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് റബ്ബ് അങ്ങനെ ഒരു അവസരം റമദാൻ നമുക്ക് നൽകിയത്? നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നിനക്ക് സാധിക്കും. അല്ലെ, ആ റമദാനിന്റെ മുമ്പ് വരെ ഇല്ലാത്ത നന്മകൾ റമദാൻ മുതൽ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ബാക്കിയുള്ള 11 മാസത്തിലും നിനക്ക് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അടുത്ത 11 മാസത്തേക്കുള്ള ട്രെയിനിങ് ആണ് റമദാൻ എന്ന് പറഞ്ഞാൽ. റമദാൻ കഴിഞ്ഞു പോയാൽ ആ ഇബാദത്തുകൾ പോയി നിൽക്കാനല്ല, മറിച്ച് ആ റമദാനിലൂടെ പുതിയ ഇബാദത്തുകൾ ആരംഭിക്കാനാണ്, ഇല്ലാത്ത ഇബാദത്തുകൾ തുടങ്ങാനാണ്, അല്ലെങ്കിൽ നിന്നുപോയത് റീസ്റ്റാർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ കുറഞ്ഞു പോയത് അധികരിപ്പിക്കാനാണ് റമദാൻ. അല്ല, റമദാൻ കഴിയുമ്പോൾ നിന്നു പോകാനുള്ളതല്ല റമദാനിലെ ഇബാദത്തുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത നന്മകൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, അത് നിന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിലൂടെ നമുക്ക് നൽകിയ മറ്റു വലിയ അനുഗ്രഹം എന്താ? നരകമോചനമാണ്, പാപങ്ങളിൽ നിന്നുള്ള രക്ഷയാണ്, മഗ്ഫിറത്താണ്. റമദാനിൽ ഒരുപാട് അവസരങ്ങൾ റബ്ബ് നമുക്ക് നൽകിയത് പാപമോചനത്തിന് വേണ്ടിയാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതൊക്കെ എന്താ? ഒക്കെ പാപങ്ങൾ പൊറുക്കാനുള്ള അവസരങ്ങളാണ്, മഗ്ഫിറത്താണ്. ആ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതും ആ മഗ്ഫിറത്താണ്, തൗബയാണ്. ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതാണ് റമദാൻ കൊണ്ട് നമ്മൾ ഒന്നാമതായി ലക്ഷ്യം വെക്കേണ്ട കാര്യം. റമദാൻ വിട പറഞ്ഞു പോകുമ്പോഴേക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവരാണ് നാശമുള്ളതെങ്കിൽ, ആ റമദാൻ കഴിയുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ സഹോദരന്മാരെ, ആത്മാർത്ഥമായി തൗബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. തെറ്റിൽ നിന്ന്, പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയവൻ പാപം ജീവിതത്തിൽ ഇല്ലാത്തവരെ പോലെയാണ്. അള്ളാഹു പരിപൂർണമായി ഇത് മായ്ച്ചു കളയും. ആ തെറ്റുകളെ പരിപൂർണമായി ജീവിതത്തിൽ അള്ളാഹു മായ്ച്ചു കളയും. പക്ഷേ നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറാകണം, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? തൗബ എന്ന് പറയുമ്പോൾ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം, എന്തൊക്കെ തെറ്റാണോ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുന്നതായിട്ടുള്ളത്, ആ തെറ്റിലേക്കുള്ള എല്ലാ വഴികളും നമ്മൾ ആദ്യം തന്നെ അടക്കണം. ആ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം.
മൊബൈൽ ഫോണിൽ ഇപ്പോഴും റമദാനിന് മുമ്പുള്ള മ്യൂസിക്കും സിനിമകളും സീരിയലുകളും യൂട്യൂബിലെ ചാനലുകളും ഒക്കെ പഴയ ചാനലുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് റമദാൻ ആയപ്പോൾ പൂട്ടിവെച്ചു. റമദാൻ കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അതിന് തൗബ എന്ന് പറയൂല. തൗബയാകണമെങ്കിൽ ചെയ്ത തെറ്റിൽ നിന്ന് ഇഖ്ലാ ഉണ്ടാകണം. എന്താണ് ഇഖ്ലാ? അതിൽ നിന്ന് പരിപൂർണമായി മടങ്ങണം. ഇനി ആ തെറ്റിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തീരുമാനിക്കണം. അതാണ് രണ്ടാമത്തത്, അൽ അസ്മു അലാ അദ്മിൽ ഔദ്. ആ തെറ്റിലേക്ക് തിരിച്ച് മടങ്ങൂലാൻ തീരുമാനിക്കണം. ഒന്നാമത് പരിപൂർണമായി അതിലേക്കുള്ള വഴികൾ അടച്ച് അത് പരിപൂർണമായും ഇതിൽ നിന്ന് മാറി നിൽക്കണം. രണ്ടാമത്തേത് അതിലേക്ക് ഞാൻ തിരിച്ച് നടക്കില്ല എന്ന് തീരുമാനിക്കണം. സ്വാഭാവികമായും അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചു കളയും. അത്രയും കാലം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഹറാമായ യൂട്യൂബ് ചാനലൊക്കെ അതോടുകൂടി ചിലപ്പോൾ ചാനലിനെ നിർത്തേണ്ടി വരും, ചിലപ്പോൾ അക്കൗണ്ടിനെ ഒഴിവാക്കേണ്ടി വരും. അല്ലേ? അതിനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അത്രയും കാലം നമ്മൾ ഇരുന്നിരുന്ന ഗീബത്തും നമീമത്തും പറയാൻ വേണ്ടി പോയി ഇരുന്നിരുന്ന മജ്‌ലിസിക്ക് പിന്നെ പോകാതിരിക്കേണ്ടി വരും. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ചില ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ ആകെ പണി എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗീബത്ത് പറയലായിരിക്കും. ആ സദസ്സിലേക്ക് ഞാൻ ഇനി ഇല്ലാന്ന് തീരുമാനിക്കണം. അല്ല റമദാൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ റമദാനിൽ നമ്മൾ തൗബ ചെയ്തിട്ടില്ല, അതതിന്റെ അർത്ഥം. എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യാനുണ്ടായിരുന്ന ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളെല്ലാം വെടിയണം. അപ്പോഴാണ് തിരിച്ച് നടക്കില്ല എന്ന ദൃഢനിശ്ചയം ഉണ്ട് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. തൗബയുടെ മൂന്നാമത്തെ ഭാഗം എന്താ? ഈ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് നെദ്മ്, അല്ലെ? ആത്മാർത്ഥമായ ഖേദം ഉണ്ടാകണം ചെയ്തു പോയ തെറ്റിൽ. ആ ഖേദം ഉണ്ടെങ്കിലേ തൗബ മനസ്സിൽ നിന്ന് വരുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് അൻ-നദ്മു അറ്റ്-തൗബ എന്ന് പറഞ്ഞത്. ഖേദമാണ് തൗബ. ചെയ്തു പോയ തെറ്റിൽ ആത്മാർത്ഥമായ ഖേദം ഉണ്ടാകണം, സങ്കടം ഉണ്ടാകണം, വേദന ഉണ്ടാകണം. അതിൽ നിന്നാണ് തൗബ ഉണ്ടാകുന്നത്. എന്നിട്ട് റബ്ബിനോട് തൗബ ചെയ്ത് അതിനുള്ള മാർഗങ്ങൾ അടച്ച് അതിലേക്ക് തിരിച്ച് ഞാനെല്ലാം തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ആ മഗ്ഫിറത്ത് നമ്മൾ നേടിയെടുത്തില്ലെങ്കിൽ സഹോദരന്മാരെ, റമദാൻ കഴിഞ്ഞു പോയിട്ടും പാപങ്ങൾ പൊറുക്കാതെ നാശം ലഭിക്കുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോകും. റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റമദാൻ നൽകുന്ന സന്ദേശമാണ് സഹോദരന്മാരെ, നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക് ഒരിക്കലും അവധിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിന്റെ 99-ാമത്തെ വചനത്തിലൂടെ എന്താ പറഞ്ഞത്? വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ നിനക്ക് വന്നെത്തുന്നത് വരെ ഇബാദത്ത് ചെയ്യുക എന്നാണ്. എന്താ യഖീൻ എന്ന് പറഞ്ഞാൽ? ചില സൂഫികൾ പറഞ്ഞ പോലെ എനിക്ക് യഖീൻ എത്തിയിട്ടുണ്ട്, ഇനി എനിക്ക് ഇബാദത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതല്ല യഖീൻ. അൽ യഖീനു അൽ മൗത്ത്. മുൻഗാമികളൊക്കെ വിശദീകരിച്ചു തന്നു. യഖീൻ എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണം വന്നെത്തുന്നത് വരെ ഇബാദത്ത് ചെയ്യണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ ആവർത്തിച്ച് കേൾക്കാനുള്ള വചനമല്ലേ? വത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. റബ്ബിനെ ഭയപ്പെടേണ്ടതുപോലെ നിങ്ങൾ ഭയപ്പെടണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ല നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. എന്താ അതിന്റെ അർത്ഥം? മരിക്കുന്നത് വരെ മുസ്ലിം ആകണം, മരിക്കുന്നത് വരെ നന്മകളിൽ വ്യാപൃതരാകണം, മരിക്കുന്നത് വരെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. റമദാനിൽ മാത്രമല്ല, റമദാൻ അതിനുള്ള ട്രെയിനിങ് ആണ്. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നൽകിയ അവസരമാണ്. തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് ഞാനിതാ അവസരം നൽകുന്നു. നന്മ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കത് അവസരം ഇതാ, നിങ്ങൾ മുന്നോട്ട് വരിക. റബ്ബ് അതിനുള്ള തിന്മകളുടെ സാഹചര്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് പിശാചിനെ കെട്ടിയിട്ട് നന്മകളുടെ കവാടങ്ങൾ മലക്കെ തുറന്നിട്ട് നമുക്ക് അവസരങ്ങൾ തരുകയാണ് ജീവിതം നന്നാക്കുവാൻ. എന്നിട്ട് റമദാൻ കഴിയുമ്പോൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങിയാൽ പിന്നെ റമദാനെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടായിട്ടില്ലല്ലോ സഹോദരന്മാരെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖൽ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് എത്ര കുറച്ചായാലും കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാ ദുവിമ അലൈഹി സാഹിബു. അതിന്റെ ആ കർമ്മം ചെയ്യുന്ന വ്യക്തി സ്ഥിരമായി ചെയ്യുന്ന കർമ്മം. റമദാനിൽ 11 റക്അത്ത് നമ്മൾ നമസ്കരിച്ചിരുന്നെങ്കിൽ ശേഷമുള്ള 11 മാസങ്ങളിലും 11 റക്അത്ത് സ്ഥിരമായി രാത്രി നമസ്കരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി? ആ രാത്രി നമസ്കാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എനിക്ക് സ്ഥിരമായി തുടർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അളവ് രാത്രി നമസ്കാരം, വിത്ർ എങ്കിൽ വിത്ർ, ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും നമസ്കരിച്ചുകൊണ്ട് ഉറങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ആ ഒരു ഗുണം, ആ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ, റമദാൻ കൊണ്ട് ജീവിതം നന്നാക്കുക എന്ന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ റമദാൻ കൊണ്ട് നമുക്ക് ഉപകാരം ലഭിച്ചിട്ടില്ലല്ലോ സഹോദരന്മാരെ. അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ
ഒരു കാരണവശാലും ഉജ്ബ് എന്ന് പറഞ്ഞ രോഗം നമ്മുടെ മനസ്സിലൂടെ വന്നുകൂടാ. എന്താണ് ഉജ്ബ് എന്ന് പറഞ്ഞാൽ? ഞാൻ അത്യാവശ്യം തിരക്കിടില്ലാത്ത ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഞാൻ ആള് കുഴപ്പമില്ല, എനിക്ക് കുറെ ഇബാദത്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഈ റമദാനിന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും എന്നൊരാളെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ വഞ്ചിതൻ, ഏറ്റവും വഞ്ചിക്കപ്പെട്ടവൻ അവനാണ്. അൽ മുഅ്ജബു ഹുവൽ മഗ്റൂർ എന്ന് മുൻഗാമികൾ പറയാറുണ്ട്. സ്വന്തം ഇബാദത്തിൽ ഉജ്ബുണ്ടായവനാണ് ഏറ്റവും വലിയ വഞ്ചിക്കപ്പെട്ടവൻ. അവൻ തിരക്കിടില്ല തോന്നിയ കഴിഞ്ഞ് പിശാചിന്റെ ഒന്നാമത്തെ പിടുത്തത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, വല്ലദീന യുക്തൂന മാ ആതൗ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങിക്കൊണ്ട് അവർ നൽകുന്നതെല്ലാം നൽകുന്നവരാകുന്നു അവർ എന്ന് ആയത്ത് അവതരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അഹുമുൽ ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, അവർ നൽകുന്ന നന്മകൾ, അവർ നൽകുന്ന ഇബാദത്തുകൾ, ആരാധനാകർമ്മങ്ങൾ, അതുപോലെ സദഖകൾ, ഇതെല്ലാം പേടിച്ചുകൊണ്ട് നൽകുന്നവർ എന്ന് പറഞ്ഞാൽ അവർ കള്ളു കുടിക്കുന്നവരാണോ, അവർ വ്യഭിചരിക്കുന്നവരാണോ, തിന്മകൾ ചെയ്യുന്നവരാണോ? എന്തിനാ അവർ പേടിക്കുന്നത്? എന്താണ് പേടിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ സഹോദരന്മാരെ പറഞ്ഞത്? ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അതല്ല അവരുടെ പേടി, അതല്ല അവരുടെ ബേജാറ്. വലാകിന്നഹുമുൽ ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, മറിച്ച് അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സ്വതക്കകൾ ചെയ്യുന്നവരാണ്. വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, പക്ഷേ ആ ആരാധനാ കർമ്മങ്ങൾ തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ലയോ എന്ന് ഭയപ്പെടുന്നവരാണ് അവർ. ആ ഭയപ്പാടാണ് അവർ അങ്ങനെ പേടിക്കാനുള്ള കാരണം. സഹോദരന്മാരെ, നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? ആ ഭയം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഉലൈകൽ ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്. അവർ തന്നെയാണ് നന്മകളിൽ മുന്നേറുന്നവർ, അവർ തന്നെയാണ് നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്നവർ, അല്ലെ? തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ഭയമുള്ളവർ, പേടിയുള്ളവർ. സ്വഹാബത്ത് ഈദായി കഴിഞ്ഞാൽ എന്താ പരസ്പരം പറയാറുള്ള വാചകം? എന്താ അഭിവാദ്യ വാചകം? എന്താ അവർ പറയാറുള്ളത്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് അങ്ങനെ വാചകമൊന്നും കാണാൻ സാധിക്കൂല. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടൊരു ഹദീസിന് സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷെ സ്വഹാബത്ത് ഇത് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? അവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചിന്തയും ബേജാറും എന്താ? പടച്ചോനെ, റമദാൻ ഇബാദത്തുകൾ സ്വീകരിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ നാവിലൂടെ വന്നതാണ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സ്വാഭാവികമായും അവരുടെ നാവിലൂടെ വന്ന ആശംസാവാചകം അതായി തീർന്നു. കാരണം അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ബേജാറായിരുന്നു, റബ്ബേ, റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കൂലേ? റബ്ബേ, എന്റെ ഇബാദത്തുകൾക്ക് വേണ്ട പരിഗണന റബ്ബിന്റെ അടുക്കൽ ലഭിക്കുകയില്ലയോ? അതിന്റെ പാകപ്പിഴവുകൾ കാരണം അത് നഷ്ടപ്പെട്ടു പോകുമോ? അതിൽ പോരായ്മകൾ ഉണ്ടാകുമോ എന്ന ബേജാറായിരുന്നു സ്വഹാബത്തിനുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് പെരുന്നാളിന്റെ ആശംസാവാചകം പോലും അമല് സ്വീകരിക്കാനായി മാറിയത്, അതിനുള്ള ദുആ ആയി മാറിയത്. എങ്കിൽ സഹോദരന്മാരെ, നമ്മളും അത് ഭയപ്പെടേണ്ടതുണ്ട്. ചില മുൻഗാമികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത 5 മാസം അല്ലെങ്കിൽ 6 മാസം അവരുടെ പ്രാർത്ഥന എന്താ? റമദാനിലെ ഇബാദത്തുകൾ സ്വീകരിക്കാനാണ്. അല്ലാഹുവേ, കഴിഞ്ഞു പോയ റമദാനിലെ ഇബാദത്തുകൾ സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥനകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റമദാൻ കൊണ്ട് ജീവിതത്തിൽ നേട്ടം ലഭിക്കുന്ന, ജീവിതത്തിൽ മാറ്റം വരുന്ന യഥാർത്ഥ വിശ്വാസികളെ ഉൾപ്പെടാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله على إحسانه والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه وصلى الله عليه وعلى آله وصحابته وسلم تسليما كثيرا. أما بعد، عباد الله، ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കണമെന്ന്
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിലെ ഏത് ഇബാദത്തുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും പല ആരാധനാ കർമ്മങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവസാനത്തിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജ് നിർവഹിച്ച ആളുകളോട് സൂറത്തുൽ ബഖറയുടെ 199-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറയുകയാണ്, ثم أفيضوا من حيث أفاض الناس. ജനങ്ങളെല്ലാം തവാഫ് ചെയ്ത് അവിടെ നിങ്ങൾ തവാഫ് ചെയ്യുക, തവാഫുൽ ഇഫാദ നിങ്ങൾ നിർവഹിക്കുക, അവസാന തവാഫ് നിങ്ങൾ നിർവഹിക്കുക. വസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവോട് പാപമോചനം തേടുക. ഹജ്ജ് എന്ന് പറഞ്ഞ വലിയ ഇബാദത്തിന്റെ ലക്ഷ്യം തന്നെ എന്താ? അതുകൊണ്ട് ഒരു അടിമക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമാണ്. അല്ലേ? ജനിച്ചു വീഴുന്ന കുട്ടിയെ പോലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കർമ്മമാണ് ഹജ്ജ്. ആ ഹജ്ജിന്റെ അവസാനത്തിലും റബ്ബ് പറഞ്ഞത് വസ്തഗ്ഫിറു, അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാറിനെ തേടണം, പാപമോചനത്തെ തേടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. മക്ക വിജയം, ഫത്ഹു മക്ക ജയിച്ചടക്കി ഇസ്ലാമിന്റെ വിജയം, ഇസ്ലാം വിജയിച്ച് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രം ലഭിച്ച് മുസ്ലിമീങ്ങൾക്ക് അധികാരം ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്താകുന്ന ഏറ്റവും വലിയ ബാധ്യതയുടെ അവസാനത്തെ സമയം അത് കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സന്തോഷിക്കുന്ന സമയം, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം ഒരു വിധം വരെ പ്രാപിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആഹ്ലാദിച്ച സമയം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന എന്താ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. നീ നിന്റെ റബ്ബിനെ സ്തുതിക്കണം, അവനെ പരിശുദ്ധിപ്പെടുത്തണം. വസ്തഗ്ഫിർഹു, അവനോട് പാപമോചനം തേടണം. നമസ്കാരം കഴിഞ്ഞാൽ ആദ്യത്തെ ദിക്ർ എന്താ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഏത് ഇബാദത്തുകളും അവസാനിപ്പിക്കേണ്ടത് സഹോദരന്മാരെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. ഈ റമദാനാകുന്ന നമ്മുടെ ഇബാദത്തുകൾ, ഒരുപാട് ഇബാദത്തുകൾ റമദാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ധാരാളമായി അവസാന സമയം ഇസ്തിഗ്ഫാറുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം, റബ്ബിനോട് പാപമോചന പ്രാർത്ഥനകൾ നടത്തണം. എന്തിനാണത്? ഈ ഇബാദത്തിലുള്ള പാകപ്പിഴവുകളും പോരായ്മകളും റബ്ബ് പുറത്തു തരാനാണ്. അതിലുള്ള പ്രശ്നങ്ങളും പോരായ്മകളും പുറത്തു നിന്ന് ഏറ്റവും നല്ല മീസാനിൽ കലം തൂങ്ങുന്ന അമലുകളായി നാളെ പരലോകത്ത് കടന്നു വരാൻ റബ്ബിനോട് നമ്മൾ തേടുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എൻ്റെ ഇബാദത്തിൽ വന്ന പോരായ്മകൾ, പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ അത് നീ പുറത്തു തരണമേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഉജബ് എന്ന് പറഞ്ഞ രോഗത്തിനുള്ള ചികിത്സ കൂടെയാണ് ഇസ്തിഗ്ഫാർ. അതിൽ പോരായ്മകളും പാകപ്പിഴവുകളും വന്നിട്ടുണ്ടാകുമെന്ന് തിരിച്ചറിവുള്ളവരെ പടച്ചവനോട് തേടുള്ളൂ. അവർക്ക് ഉജബ് ഉണ്ടാവില്ല, അവർക്ക് ഞാൻ സംഭവമായി തോന്നൂല, പക്ഷെ അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നേ തോന്നുള്ളൂ, അതിന്റെ ബേജാറേ ഉണ്ടാവുള്ളൂ. അതിനാണ് ഇസ്തിഗ്ഫാർ. എങ്കിൽ സഹോദരൻ, ആ ഇസ്തിഗ്ഫാറുകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് റമദാനിന്റെ അവസാനത്തെ സമയങ്ങൾ. ഈ റമദാനിലെ ഏറ്റവും മഹത്വമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവുകൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്, കഴിഞ്ഞു പോയിട്ടില്ല. ആ രാവുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ റബ്ബേ എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ, റബ്ബേ റമദാൻ കഴിയുമ്പോഴേക്ക് പാപങ്ങൾ പൊറുക്കപ്പെടണമേ, അതിലുള്ള പാകപ്പിഴവുകൾ പുറത്തു തരണമേ. അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാൽ ആ രാത്രികളിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എന്താ? അവിടെയും പാപമോചനമാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ പാപങ്ങൾ ഏറെ വിട്ടുകൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫു, പാപമോചനത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നീ വിട്ടുതരണമേ, വിട്ടുവീഴ്ച ചെയ്യണമേ എന്ന പ്രാർത്ഥനയെ പഠിപ്പിച്ചു കൊടുത്തത്. എന്തുകൊണ്ടായിരിക്കും അവസാനത്തെ 10 ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത്? അതിന്റെ കാരണം എന്തായിരിക്കും? എന്തുകൊണ്ട് മറ്റ് പ്രാർത്ഥനകളൊന്നും റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തില്ല? അതിനൊരു കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥനയാണ് ഇതിനുള്ള കാരണം. എന്താണ് ആ പ്രാർത്ഥന? റമദാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവർ നാശം എന്ന് പറഞ്ഞ പ്രാർത്ഥന. ഈ റമദാൻ കഴിയുമ്പോൾ ഇനി ആകെ അവസരം ബാക്കിയുള്ളത്, പാപങ്ങൾ പൊറുക്കാനുള്ള അവസരം ശേഷിക്കുന്നത് ലൈലത്തുൽ ഖദർ മാത്രമേ ഉള്ളൂ. അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ റമദാൻ മുഴുവൻ നിന്ന് നമസ്കരിച്ചുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, റമദാൻ മുഴുവൻ നോമ്പ് നോറ്റുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പിന്നെ പാപങ്ങൾ പൊറുക്കാനുള്ള അവസരം മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ,
ലൈലത്തുൽ ഖദർ അന്ന് രാത്രി നമസ്കരിച്ചത് മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. അതിലൂടെയും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് റബ്ബേ, എന്റെ പാപങ്ങൾ നീ വിട്ടുതരണമേ, അതുകൊണ്ട് എന്റെ പാപങ്ങളുടെ പോരായ്മകൾ നീ വിട്ടുതരണമേ, എന്റെ പ്രശ്നങ്ങൾ നീ പുറത്തു തരണമേ എന്ന് അവസാനത്തെ 10 പോലും അത് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഇസ്തിഗ്ഫാറുകളും തൗബകളും ആഫുവും റബ്ബിനോട് ഏറെ ചോദിക്കേണ്ട, അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ട സമയമാണ് അവസാനത്തെ 10ന്റെ സമയം. നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റമദാൻ കഴിയുന്നതോടുകൂടെ ഇബാദത്തുകൾ അവസാനിക്കുകയല്ല, മറിച്ച് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? റമദാൻ കഴിഞ്ഞാൽ തൊട്ടുടനെ തന്നെ ഒരു 6 നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ സാമ സിത്തൻ മിൻ ശവ്വാൽ, ആരെങ്കിലും റമദാനിൽ 30 നോമ്പ് നോക്കുകയും സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, എന്നിട്ട് ശവ്വാലിലെ 6 അതിനെ തുടർത്ത് നോക്കുകയും ചെയ്താൽ അവൻ വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ 6 നോമ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. 6 നോമ്പുകൾ നിന്ന് പോകരുത് സഹോദരന്മാരെ. പിന്നെയും നോമ്പുകളുണ്ട്, അല്ലെ? തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട്. എല്ലാ മാസത്തിലും അയ്യാമുൽ ബീദിന്റെ 3 ദിവസം നോമ്പുണ്ട്. 13, 14, 15 നോമ്പുണ്ട്. ഇനി അന്നല്ലെങ്കിൽ ഏതെങ്കിലും 3 ദിവസം അറബി മാസത്തിൽ എല്ലാ മാസത്തിലും നമുക്ക് നോമ്പ് നോൽക്കാം. അതുപോലെ മുഹറമിന്റെ നോമ്പുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശുറാഹിന്റെ നോമ്പുണ്ട്. ഇത്തരത്തിലുള്ള സുന്നത്ത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ ചൂടുള്ള സമയമായിരുന്നു കഴിഞ്ഞ റമദാൻ. ആ റമദാനിൽ നമുക്ക് നോമ്പെടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ. എങ്കിൽ അങ്ങനെയൊന്നും അല്ലാത്ത സമയത്ത് എന്താ സുന്നത്ത് നോമ്പെടുക്കാൻ പ്രയാസം? രാത്രി നമസ്കാരങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ തുടരണം. എല്ലാ ഇബാദത്തുകളും ഇനിയും നമ്മുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാലാണ് റമദാൻ കൊണ്ട് ഉപകാരം ലഭിച്ച യഥാർത്ഥ വിശ്വാസികളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗഫീഖ് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ മുത്തഖീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ കൊണ്ട് പാപങ്ങൾ പൊറുക്കുന്ന, സ്വർഗത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാൻ തൗഫീഖ് ലഭിക്കുന്ന, അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടം സിദ്ധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اقض حوائجنا وحوائج المسلمين. اللهم انصر إخواننا المستضعفين في فلسطين. اللهم انصر إخواننا المستضعفين في كل مكان. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نسألك الجنة. اللهم إنا نسألك جنة الفردوس. اللهم إنا نسألك الفردوس الأعلى. اللهم إنا نعوذ بك من عذاب القبر ومن عذاب النار. اللهم إنا نعوذ بك من عذاب القبر ومن عذاب النار. اللهم إنا نعوذ بك من عذاب القبر ومن عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولجميع المسلمين يا أرحم الراحمين. والسلام عليكم ورحمة الله.